സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മീരേച്ചി, അപ്പൊ നീ ഞങ്ങളെ മറന്നിട്ടില്ല. ഭാഗ്യം. കഷ്ടമുണ്ട് മീരേച്ചി, ഇങ്ങനൊന്നും പറയല്ലേ. ഈ അന്യനാട്ടിലൊന്നും പോയി പഠിക്കാതെ നമ്മുടെ നാട്ടിൽ പഠിച്ചാ മതിയെന്ന് നിനക്ക് പറയായിരുന്നില്ല അച്ഛനോട്? മലേഷ്യയിൽ പോയി പഠിക്കുന്ന കാര്യമൊക്കെ ഓർത്തപ്പോ എനിക്ക് ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. അതാ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ എതിരൊന്നും പറയാത്തത്. പിന്നെ ഞാനിങ്ങോട്ട് പോന്നപ്പോ മീരേച്ചി അവിടെ ഇല്ലായിരുന്നല്ലോ, മുത്തശ്ശിയുടെ തറവാട്ടിലായിരുന്നില്ലേ. പാവം മുത്തശ്ശി, നിന്നെ ഒന്ന് കാണാനും കൂടെ പറ്റിയില്ല മുത്തശ്ശിക്ക്. അതോർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട് മീരേച്ചി. അത് പോട്ടെ, നീ എന്നാ വരുന്നേ അത് പറ. കൊള്ളാം, എപ്പോ വിളിച്ചാലും ഫോൺ വെക്കുന്നതിന് മുമ്പ് മീരേച്ചി ഈ ചോദ്യം ചോദിക്കാതെ നിർത്തില്ല. എന്റെ മനസ്സിൽ എപ്പോഴും ആ ചോദ്യം മാത്രമേ ഉള്ളൂ. അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ. ഈ ഒരൊറ്റ വരവുകൊണ്ട് ഞാനും പഠിച്ചു, ഇനി ഒരിക്കലും വീട് വിട്ട് ദൂരം മാറി നിൽക്കുന്ന ഒരു കാര്യത്തിന് ഞാനില്ല. അപ്പോ നിന്റെ ഡ്രീം ബോയെ കല്യാണം കഴിക്കുമ്പോഴോ? അപ്പൊ നീ എന്ത് ചെയ്യും? നാണം കൊണ്ട് പെണ്ണിന്റെ നാവിറങ്ങി പോയെന്നാ തോന്നുന്നു. ഇല്ല മീരേച്ചി, അത് ശരിക്കും എന്റെ ഡ്രീം ബോയ് തന്നെയായിരുന്നു. വെറും ഒരു ഡ്രീം, വെറുതെ കണ്ടൊരു സ്വപ്നം, അല്ലാതെ യാഥാർത്ഥ്യമല്ല. നീ എന്തൊക്കെയാ മോളി പറയുന്നത്? സത്യം, ഞാൻ ആ ഡ്രീമിൽ നിന്ന് ഉണർന്നു. അതോടെ ആ ഡ്രീം മാഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ ശരി, ഞാൻ നാളെ വിളിക്കാട്ടോ. ശരി, ബൈ. ബൈ. ഇത്രയും വലിയൊരു വീട്ടില് നല്ലൊരു അലക്കുകല്ല് ഉണ്ടാക്കാൻ എന്റെ ഭാവി അമ്മായിയപ്പന് സമയമില്ല. കല്ലടിക്കടിക്ക് മനുഷ്യനെ നടു ഉളുക്കി. ഈ തുണിയലക്കൽ ഇത്ര ദുരിതം പിടിച്ച ഏർപ്പാടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തുണികളെ ബോയ്ക്കോട്ട് ചെയ്തേനെ. കാട്ടിലെ ആദിവാസികളെ പോലെ ഇലയൊക്കെ തുന്നിക്കെട്ടി അതുകൊണ്ട് നാണം മറച്ചങ്ങ് ജീവിച്ചേനെ. ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും ഞാനൊരു ആദിവാസിയായിട്ട് ജനിക്കണേ. സത്യം, ഈ ആഗ്രഹം സാധിച്ചെന്നാ ഒരു പാൽപ്പായസം അങ്ങ് കടിപ്പിച്ചോളാം. എപ്പോ? അടുത്ത ജന്മത്തിലോ? താനിവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താ? അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ? ഏത്? ഇലകളൊക്കെ കൂട്ടിത്തുന്നി നാടൻ മറക്കുന്ന കാര്യമാണോ? അതാണെങ്കി പേടിക്കണ്ട, ഞാൻ കേട്ടില്ല. അയ്യോ, ഈ ഗൗതമിന്റെ ഒരു കാര്യം എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ഇതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഉണക്കി തരില്ലേ? വേണ്ട, വെറുതെ മീര എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, ഞാൻ അലക്കിക്കോളാം ഇതൊക്കെ. എന്റെ പ്രയാസങ്ങളെല്ലാം സ്വന്തം പോലെ ഏറ്റെടുത്ത് എന്നെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യുന്ന ആളല്ലേ ഗൗതം. അപ്പൊ പിന്നെ ഗൗതമിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഷെയർ ചെയ്തൂടെ? ഇങ്ങതാ, ഞാൻ അലക്കി തരാം. എന്താ? അല്ല, അത് കേട്ടപ്പോ ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയുന്ന പോലെ തോന്നി. എന്ത് പറഞ്ഞാലും അതിനെ കല്യാണത്തെ കൊണ്ട് എത്തിച്ചോണം. അക്കാര്യത്തിൽ യു ആർ എ കിങ്. അല്ല, ഇതൊക്കെ എങ്ങനെ പറ്റുന്നു? എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലുള്ള സ്നേഹം പുറത്തു കാട്ടാതിരിക്കുന്നതില് യു ആർ എ ക്വീൻ. അത് തനിക്കെങ്ങനെ പറ്റുന്നു?
ഓടുന്ന ആദിവാസി. ഏയ് തുണി ഇനിയുണ്ട്. അത് ഞാൻ പിന്നെ എടുത്തോളാം. നീ ചെയ്തതില് വലിയൊരു അപരാധം ഉണ്ടേ മുന്നേ. പ്രസവത്തിൽ അമ്മ മരിച്ചത് കുഞ്ഞിന്റെ ശകുനപ്പിഴയാണെന്ന് ദേവേട്ടൻ വരുത്തി തീർക്കുമ്പോ അത് സമ്മതിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ തളരാൻ വിടാതെ നീ പ്രതികരിക്കണമായിരുന്നു. ഇന്നു മുതൽ മീരയ്ക്ക് അമ്മയാകാൻ ഞാനുണ്ട് ഇവിടെ. ഇനിയെങ്കിലും അവൾ ആത്മാർത്ഥമായ മാതൃസ്നേഹം എന്താണെന്നൊന്ന് അറിയട്ടെ. ഇന്നു മുതൽ എന്റെയും മീരയുടെയും ഇടയിൽ കടന്നു വരാതെ നീ ഒതുങ്ങിയേ പറ്റൂ യമുനെ. ചിറ്റമ്മ വെറും ചിറ്റമ്മയായി മാത്രം ഇരുന്നാ മതി, പെറ്റമ്മയാവാൻ വരണ്ട. എന്തു പറ്റി? എന്താ വല്ലായിരിക്കുന്നേ? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഒന്നുമില്ല ദേവേട്ടാ. കാര്യം പ്രേമന. ഒന്നുമില്ല ദേവേട്ടാ, വല്ലാത്ത ക്ഷീണം. യാത്രയും അത് കഴിഞ്ഞിട്ടുള്ള വീടടിച്ചു വരലൊക്കെ ആയിട്ട് ഒട്ടും റെസ്റ്റ് കിട്ടിയില്ല. വാ ദേവേട്ടാ, ഭക്ഷണം കഴിക്കാം. യമുന ഇരിക്കെ. നീ കാര്യം പറയുന്നോട്. നോക്കി, നിന്നെ ആദ്യമായിട്ട് കാണുവാണോ? രാജേശ്വരി എന്തെങ്കിലും പറഞ്ഞോ? രാജേശ്വരി എന്നോട് എന്ത് പറയാൻ? നീ എന്നോടൊന്ന് വിളിക്കാൻ ശ്രമിക്കണ്ടേ യമുന? ഇതുണ്ട്, നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നു, കണ്ണതാണ്ട് കലങ്ങിയിരിക്കുന്നു. നീ കരഞ്ഞല്ലേ? ഈ വീട്ടിലാരും നിന്നെ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ സാധ്യതയില്ല. അപ്പൊ രാജേശ്വരി അവൾ നിന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തിരിക്കും. ദേവേട്ടൻ കരുതുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവനെ, നീ എന്നോട് കള്ളം പറയരുത്. നീ അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഓർത്ത അവള് വിഷമാണെന്ന് എനിക്കറിയായിരുന്നു. അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, നീ കേട്ടില്ല. അവക്ക് എന്നോട് മാത്രം പകയെന്നാ ഞാൻ കരുതി. പക്ഷെ അവള് നിന്നോടും പത്തി വിടർത്താൻ തുടങ്ങിയല്ലേ? ഇപ്പം പറഞ്ഞു വിടണം അവളെ വിടുന്നു. സത്യമായിട്ടും അവളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ദേവേട്ടാ. കള്ളം പറയരുത് നീ. കാലു ചുറ്റുന്ന പാമ്പ് കടിക്കാതെ വിടില്ല, അതിനെ കൊല്ലണം. അതാ വേണ്ടേ? ദേവേട്ടാ, ദേവേട്ടാ, വേണ്ട. അയ്യോ, ദേവേട്ടാ, ദേവേട്ടാ. രാജേശ്വരി, വിടറി ഇങ്ങോട്ട്. രാജേശ്വരി, ദേവേട്ടാ. ദേവേട്ടാ, എന്താ നീ എന്താ ദേവേട്ടാ? എന്താ പറഞ്ഞത്? വിടറി. പറഞ്ഞില്ലല്ലോ. പറയുന്നത് കേൾക്കുന്നില്ല. വല്ലാതെ ഭേദപ്പിക്കുന്ന കാര്യങ്ങൾ എന്തോ നീ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ദേവേട്ടാ, യമുന ഞാൻ എന്ത് പറഞ്ഞു? പറഞ്ഞില്ല ദേവേട്ടാ, പറഞ്ഞില്ല ദേവേട്ടാ. നുണ പറയണ്ട യമുന. ഇവളെ വിളിച്ചോണ്ട് വന്നതിന്റെ പേരില് നീ സ്വയം ഓരോന്ന് സഹിച്ച് ഇവളെ സംരക്ഷിക്കാൻ നോക്കണ്ട. നീ വിഷവത്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ കളികളൊന്നും ഇവിടെ പുറത്തിറക്കണ്ട രാജേശ്വരി. അനാവശ്യം പറയരുത്. ദേവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്ത് പറഞ്ഞ് എന്റെ യമുനെ സങ്കടപ്പെടുത്തിയെന്ന് എനിക്ക് അറിയണം. പറയടി. ഒന്ന് നിർത്ത ദേവേട്ടാ. ഞാൻ പറഞ്ഞതല്ലേ, എന്നെ ആരും ഒന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തിയില്ലാന്ന്. ഇല്ലാത്ത ഓരോന്നും ആലോചിച്ചുണ്ടാക്കി വെറുതെ എന്തിനാ രാജേശ്വരി അടുത്ത് വഴക്കിന് പോകുന്നത്? രാജേശ്വരി, നിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണു കണ്ട എനിക്കറിയാം. നിന്നെ എന്തോ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ സങ്കടം നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നെ വേദനിപ്പിക്കുന്നത് ദേവേട്ടന്റെ പെരുമാറ്റം.
പറഞ്ഞ് രണ്ടാമത്തതിന് സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കി അതിന്റെ പിന്നാലെ പകയും പ്രതികാരമായി ഇറങ്ങിത്തിരിക്കുന്ന ദേവേട്ടന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതിനോളം മറ്റൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല ദേവേട്ട. ഇവനെ ഞാൻ എപ്പോഴാ നിന്നോട് അങ്ങനെ പെരുമാറിയേ? പറ, എപ്പോഴാ നിന്നോട് അങ്ങനെ പെരുമാറിയെന്ന്? എന്നോടല്ല, എന്നെ സങ്കടപ്പെടുത്തുന്ന ആ പെരുമാറ്റം ദേവേട്ടൻ കാണിക്കുന്നത് മീരയോടാ. സ്വന്തം ജീവൻ വിലയും നൽകേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും വയറ്റി വളരുന്ന കുഞ്ഞിനെ കൈവിടാതെ ദേവേട്ടന് വേണ്ടി 10 മാസം ചുമന്ന് പ്രസവിച്ചവളാ രാധികേച്ചി. സ്വന്തം ജീവന് പകരമായി രാധികേച്ചി സ്വയം തെരഞ്ഞെടുത്തതാണ് മീരയെ. കാരണം ഒരു സ്ത്രീക്ക് സ്വന്തം ജീവനേക്കാൾ വലുത് സ്വന്തം കുഞ്ഞാണ് ദേവേട്ട. തന്റെ ജീവനേക്കാൾ വിലപ്പെട്ടതായി കരുതി രാധികേച്ചി ദേവേട്ടനെ ഏൽപ്പിച്ചു പോയതാ ഇവളെ. രാധികേച്ചിയുമായി ബന്ധപ്പെട്ടതെല്ലാം ദേവേട്ടൻ പവിത്രമായി കരുതി സൂക്ഷിച്ചു വെക്കുമ്പോഴും മീരയെ മാത്രം അപശകനുമായി കണ്ട് അകറ്റി നിർത്തിയാണെങ്കിൽ പിന്നെ ആ പവിത്രമായ ഓർമ്മകൾക്കൊന്നും ഒരർത്ഥമില്ല ദേവേട്ട. കാരണം മീരയാണ് രാധികേച്ചിക്ക് ഏറ്റവും സ്വന്തം. ഇന്നുവരെ എന്നെ എതിർത്തോ കുറ്റപ്പെടുത്തിയോ യാതൊന്നും സംസാരിച്ചിട്ടില്ലാത്ത നീ ഇന്നിങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ പറയുന്നത് നിന്റെ മനസ്സുകൊണ്ടല്ലെന്ന് എനിക്കറിയാം. ഇതാരാണ് നിന്നെ കൊണ്ട് പറയിക്കുന്നത് എനിക്കറിയാം. ആര് പറഞ്ഞാലും പറയിച്ചാലും പറഞ്ഞതല്ല ശരിയല്ലേ ദേവേട്ട? ഇനി നീ ഒരു പരിഗണന അർഹിക്കുന്നില്ല. ഈ നിമിഷം ഇറങ്ങിക്കൂടെ വിടുന്ന. ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും അല്ല. എന്റെ മീര മോളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരുത്താനാ. ലക്ഷ്യം കണ്ടിട്ട് ഞാൻ മടങ്ങും. അവൾക്ക് വേണ്ടി നീ വീട്ടിൽ നിന്ന് വാദിക്കണ്ട. ആ ശകനം കെട്ടുകളെ വിളിച്ചോണ്ട് ഇറങ്ങിക്കോണേ ഈ നിമിഷം. ശകുനം കിട്ടവളോ? ആര് ആരെയാ ദേവേട്ടൻ അങ്ങനെ മുദ്ര കുത്തുന്നേ? മീര ഒരിക്കലും ശകുനം കിട്ടവളല്ല. എന്റെ ചേച്ചി മരിച്ചത് മീരയ്ക്ക് രാശിയില്ലാത്തോണ്ടല്ല, നിങ്ങൾക്ക് രാശിയില്ലാത്തോണ്ടാ. നിങ്ങളെ കല്യാണം കഴിച്ചതോടെ എന്റെ ചേച്ചി മരിച്ചു. നിങ്ങൾ കാണാൻ വന്നതോടെ എന്റെ അമ്മയും പോയി. ഇനി പറ, ആർക്കാ രാശിയില്ലാത്തത്? എന്നിട്ട് മീരയെ കുറ്റപ്പെടുത്താൻ നാണമില്ലേ നിങ്ങൾക്ക്? രാജേശ്വരി മതി. ഓ, മീരയെ കുറിച്ച് ആര് സ്നേഹത്തോടെ സംസാരിച്ചാലും അവരുടെ വായ അടപ്പിക്കാണല്ലോ പണ്ട് നിങ്ങളും ചെയ്യുന്നത്. നിങ്ങളുടെ കൊച്ചുമോളല്ലേ മീര? ഈ കഴിഞ്ഞ 23 വർഷക്കാലം നിങ്ങളെങ്കിലും അവൾക്ക് വേണ്ടി ആ നാവെടുത്ത് എന്തെങ്കിലും ഉരിയാടിയോ? നിങ്ങളുടെ മകനെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചോ? ഇനി ഒരു അക്ഷരം മിണ്ടരുത് രാജേശ്വരി. മിണ്ടിയ നീ ജീവനോടെ കാണില്ല. ഐ മീൻ ഇറ്റ്. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ പേടിക്കുമായിരിക്കും, പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല. ഈ ഓലപ്പാമ്പൊന്നും കണ്ട് രാജേശ്വരി വിരണ്ടോടാൻ പോകുന്നില്ല. പുറമേ വലിയ പകിട്ടും പത്രാസുമായി ജീവിക്കുന്ന നിങ്ങളെപ്പോലെ ഒരാള് സ്വന്തം മോളോട് കാട്ടുന്ന ഈ അനീതി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ തന്നെയാ എന്റെ തീരുമാനം.
കൃഷ്ണ ഭഗവാനെ, രാധികേച്ചിയുടെ കുടുംബത്തില് അവശേഷിക്കുന്ന ആകെ ഒരാള് രാജേശ്വരിയ. അവളിങ്ങോട്ട് വരാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല, ഞാനാ കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിലേതുപോലെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കല്ലേ ഭഗവാനെ. രാജേശ്വരിയുമായി ദേവേട്ടന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ. കാത്തോളണേ ഭഗവാനെ. രാജേശ്വരി, പ്രാർത്ഥിച്ചോളൂ. ഞാൻ ജപിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും അല്ല വന്നത്. എനിക്കൊരു കാര്യം അറിയണം. മീരയുടെ കാര്യം നീ ദേവേട്ടനോട് സംസാരിച്ചോ? അവളെ മകളായി ദേവേട്ടൻ അംഗീകരിക്കൂ? പറയമുനെ. അത് ഞാൻ പറയാം. അത് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 23 വർഷമായി ദേവേട്ടന്റെ മനസ്സിൽ അവളില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. മീര എന്റെ മകളാ. അവളുടെ അച്ഛന്റെ സ്നേഹവും അംഗീകാരവും അവൾക്ക് കിട്ടണം. ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം ദേവേട്ടനോട്. മീരയെ മകളായി അംഗീകരിക്കോ ഇല്ലയോന്നും. രാജേശ്വരി, നീ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ. ദേവേട്ടൻ ഒരു മുൻകോപക്കാരനാ. എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് കിട്ടണം. നോക്ക് രാജേശ്വരി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. വളരെ മോശമായൊരു സ്വപ്നം. പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നീ ഒന്നിനും പോണ്ട. ഞാനെല്ലാം സമാധാനമായിട്ട് പറഞ്ഞ് ശരിയാക്കിക്കോളാം. ഇത് അവൾ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞ കള്ളക്കഥയല്ലേ? എന്തായാലും ദേവേട്ടനെ കണ്ടിട്ട് തന്നെ കാര്യം. ദേവേട്ടന്റെ മുറിക്ക് മുന്നിൽ ഇവനെന്തിനാ ഇങ്ങനെ കാവല് നിൽക്കുന്നേ? ഇവരെന്തിനാ സാറിന്റെ മുറിയിലേക്ക് വരുന്നത്? ആദ്യം ഇവന്റെ കാര്യത്തിലാ തീരുമാനം ഉണ്ടാക്കേണ്ടത്. നിക്കണം. ഇപ്പൊ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം? സാർ ഒരു കോൺഫറൻസ് കോളിലോ? മനസ്സിലായില്ല. സാർ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് കോളിലാണെന്ന്. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ മുറിക്കുള്ളിൽ പോകും, അദ്ദേഹത്തെ കാണും, സംസാരിക്കും. കാരണം ദേവേട്ടൻ എന്റെ രാധികേച്ചിയുടെ ഭർത്താവാണ്. അത് നടക്കില്ല. സാറിന്റെ കോള് കഴിയുന്നത് വരെ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാനോ? ഞാനോ? നീ സെക്യൂരിറ്റിയോ ഗുണ്ടയോ എന്ത് കുന്താണെങ്കിലും ആ റോളൊന്നും ഈ രാജേശ്വരിയോട് എടുക്കണ്ട. എന്നെ തടുക്കാനും നോക്കണ്ട. നിക്കണം. സോറി. മാർദിക്ക്. നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ നാട് മാത്രമേ വിട്ട് വന്നിട്ടുള്ളൂ. എന്റെ ഉള്ളിലെ ധൈര്യം അവിടെ വിട്ടിട്ടല്ല ഞാൻ വന്നത്. നിങ്ങളുടെ ധൈര്യവും രോഷവും കാണിക്കാൻ ഇത് നിങ്ങളുടെ നാടുമല്ല, സ്വന്തം വീടുമല്ല. നിങ്ങളിവിടെ ഒരു വിരുന്നുകാരി മാത്രമാണ്. അതിന്റെ അധികാരവും അവകാശവും കാണിച്ചാൽ മതി. മഹാദേവൻ സാറ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ യമുന മാഡത്തിനും നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ അതും കണ്ട് കയ്യും കെട്ടി നിൽക്കില്ല ഞാൻ. ഈ വീട്ടിലെ എച്ചിരി തിന്നുന്ന വേലക്കാരനല്ലേടാ നീ? ഞാൻ വേലക്കാരനല്ല, ഈ വീടിന്റെയും ഈ വീട്ടിലുള്ളവരുടെയും കാവൽക്കാരനാ. അതുകൊണ്ട് ഈ വിരട്ടും വിളച്ചിലൊക്കെ മതിയാക്കി സ്ഥലം വിടാൻ നോക്ക്. സ്ഥലം വിടാനോ? ഞാനോ?
നീ എന്താടാ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ദേവേട്ടനെ ഞാൻ ഇങ്ങോട്ട് വരുത്തുന്നത് കാണണോ നിനക്ക്? കാണണോന്ന്? ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് ഇറങ്ങി വന്നേ ദേവേട്ടാ. ഇവിടെ നടക്കുന്ന എന്താന്ന് നോക്കിയേ. ദേവേട്ടാ, ഒന്ന് വേഗം പുറത്തേക്ക് വരൂ. ദേവേട്ടാ. എന്താ എന്താ ഇവിടെ ബഹളം? ദേവേട്ടാ, ഇവൻ ദേവേട്ടനെ കാണാൻ സമ്മതിക്കുന്നില്ല. എന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്ത് ധൈര്യത്തിലാ ഇവൻ എന്നെ തടയുന്നെന്ന് ദേവേട്ടൻ തന്നെ ഇവനോട് ചോദിച്ചേ. സാർ ഒരു ഇമ്പോർട്ടന്റ് കോളാണെന്ന് പറഞ്ഞിട്ടും സാറിനെ കാണണമെന്ന് ഇവര്. ശരി, ഗൗതം അവന്റെ ജോലിയല്ലേ ചെയ്യുന്നേ? ഉള്ളിലോട്ട് ആരും കടത്തിവിടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാ അവനങ്ങനെ ചെയ്തേ. അതുകൊണ്ട് ഇതിനെ ഊതി വിറപ്പിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അല്ല, രാജേശ്വരിക്ക് ഒരു 10 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത്ര അത്യാവശ്യം എന്തായിരുന്നു?